ഈ വരുന്നതാണ് ജ്യോതിയും സുധീഷും, കോളേജിലെ പ്രധാന ഗുണ്ടകൾ. കോളേജിൽ അറിയപ്പെടുന്നത് ഗുണ്ട ബോയ്സ്. ഇവർ കോളേജിൽ വന്നാൽ ഒരു തല്ലുറപ്പാണ്. ഇവരാണ് ശ്യാമും ശരത്തും. ഇവർ കസിൻസ് ആണ്. ഏത് കാര്യത്തിലും ഇവർ ഒറ്റക്കെട്ടാണ്. കോളേജിലെ വിളിപ്പേര് കോബ്രാസ്. ഗുണ്ടാ ബോയ്സിന്റെ പ്രധാന ശത്രുക്കളാണിവർ. ഇവനാണ് മഹേഷ്, മനസ്സിൽ നന്മയുള്ള പെൺമനസ്സിനായി കാത്തിരിക്കുന്നവൻ. ഇന്ന് എന്താണോ പതിവില്ലാതെ ഇവിടെ ഒരു ഇരിപ്പ്. കാര്യം നേരിൽ കണ്ടറിയാം. ഹായ് മഹേഷ്. ഇന്നലെ കണ്ടില്ലല്ലോ, എവിടെ? ഇന്നലെ അടിച്ച സീനായി മച്ചാനെ. ഇന്നലെ എന്തോട് സീൻ ഉണ്ടായിരുന്നിട്ട്? പുറത്തുള്ള ഗ്യാങ്ങുള്ള കളിയാ. നമ്മളവർക്കെല്ലാം കിട്ടി. നിനക്കോ? ഞാൻ ഇല്ലായിരുന്നേ. നമ്മള് വീക്കനെ കണ്ടോ? ഏത് വിവേകനെ? അവന്റെ കാര്യൊന്നും പറയണ്ട മച്ചാനെ. അവൻ വെറുതെ സീനാ. 100 രൂപ സീസ് വെച്ച് പോയതാ. വെറുതെ അല്ലാണ് പീക്കെന്ന് വിളിക്കണ പോക്കറ്റ് കള്ളൻ. അവന്റെ അയൽവാസി അല്ലേ? അയൽവാസിയാണ് പോലും. അയൽവാസി രാവിലെ വീടിക്കണ ബാഗിന്റെ പോയതാണ്. അത് കൊണ്ടുവരാൻ കൂടി വെച്ചിരിക്കുന്ന മടിയാണ്. അവനവലെ തേടവർ നോക്കിയാൽ മതി. നീ കേറുന്നില്ലേ?
ഇല്ല മച്ചാനെ, നീ വിട്ടോ. ശരിയടാ. ശരത്ത്. ഹായ് അഞ്ജന. ഇന്നലെ വൈകിട്ട് നീ എവിടെയായിരുന്നു? മൊബൈലിൽ എത്ര ട്രൈ ചെയ്തെന്നറിയോ? മൊബൈൽ കംപ്ലൈന്റ് ആയിരുന്നു. അല്ലെങ്കിലും എന്റെ കാര്യം പറയുമ്പോഴേ നിനക്ക് എക്സ്ക്യൂസ് ഉള്ളൂ. ഞാൻ സത്യടി പറയുന്നേ. നീ വരുന്നില്ലടാ. ഹായ് അഞ്ജന. നമ്മളെ കാണാത്ത എന്താന്ന് ഓർക്കുമായിരുന്നു. നീ ഇത് എവിടെയെന്നടാ? നീ വന്നേ. വൈകിട്ട് കാണാം. എന്ത് നോക്കൂടാ? എടാ ഒന്നുമില്ലടാ. എടാ എനിക്കൊരു മൂഡില്ല ചാമേ. തേടെ ഒരു ക്ലാസ്സിൽ കയറണോ? നമുക്ക് കട്ട് ചെയ്താലോ? നമുക്ക് നേച്ചർ ക്ലബിലേക്ക് പോകാം. ആ വിട്ടേക്കാം. ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളെ കുറിച്ചും കോളേജിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാവാം. ടീച്ചർ എന്തായാലും ചിരിക്കാനൊക്കെ കുറച്ച് ഗൗരവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം ഒരാഴ്ച കൊണ്ട് ടീച്ചർ മാറി. ഇന്ന് ഒരുപക്ഷെ ഈ കോളേജ് ഇതുപോലെ ശാന്തമായിട്ട് നടക്കുന്നതിന്റെ ഒറ്റക്കാരൻ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ. ഒരു സംശയം എന്റെ മൊബൈൽ കാണുന്നില്ലല്ലോ. ഈ ആലോചിച്ച് നിൽക്കുന്നവനാണ് വിവേക്. വിവേക് എന്നാൽ വിവേകമുള്ളവൻ എന്നാണ് അർത്ഥം. എന്നാൽ ഇവന് വിവേകം തീരെയില്ല എന്നതാണ് സത്യം. രാവിലെ കണ്ട മഹേഷിന്റെ അയൽവാസിയാണിവൻ. കോളേജിൽ അറിയപ്പെടുന്നത് PK, പോക്കറ്റ് കള്ളൻ. PK എന്ന പേര് വീഴാനുള്ള കാരണം നേരിൽ കണ്ടറിയാം. നീ മഹേഷിനെ കണ്ടായിരുന്നോ? ഹായ് കോബ്രാസ്, മഹേഷിനെ കണ്ടായിരുന്നോ? നീ പോക്കറ്റ് നേരിപ്പോക്കെ. മഹേഷിനൊന്നും ഞാൻ കണ്ടില്ല. താരാടാ, ഇത് ഞാൻ തിന്നാനൊന്നും പോകുന്നില്ല. പിടയ്ക്കാതെ നില്ല്. എന്നാ വിളിച്ച് തൊലക്കി. അങ്ങനെ വഴിക്ക് വാ. ഷോ ഔട്ട് ഓഫ് കവറേജ് ആണല്ലോ. ഔട്ട് ഓഫ് കവറേജ് ആ എങ്കിലാ കോളേജിന്റെ പുറകുള്ള കുന്നിന്റെ അവിടെ എവിടെയെങ്കിലും പോയി നോക്ക്. നീ ആ ഫോണിൽ തന്നെ അല്പം തിരക്കുണ്ട്. ഡാ വാ പോവാ. എന്തോ തരികൂടെ ഉണ്ടല്ലോ. കറക്റ്റിംഗ് ആണോ? ആരാ കക്ഷി? പോടാ. ഈ കോളേജിൽ ഞാൻ അറിയാണ്ടൊരു കറക്റ്റിംഗ് നടക്കില്ല. എക്സാം ഫീസ് അടക്കേണ്ട വിദ്യാർത്ഥികൾ 3 മണിക്ക് മുമ്പായി ഫീസ് അടക്കണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചുകൊള്ളുന്നു. ഇന്നത്തെ കണി കൊള്ള. അവന്റെ ഇന്നും കിട്ടി 100. മഹേഷ്! 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 ഓ, PK വരുന്നുണ്ട്. നീ എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? എന്റെ ബാഗ് നിന്റെ കയ്യിലല്ലേ? ബാഗിന്റെ അത് ബുക്കല്ലേ? നിനക്ക് നല്ല ബുദ്ധി തോന്നിയോ? നോനോ, ബുക്കല്ല, മൊബൈല്. മൊബൈലോ? താ. നോക്കടാ എത്ര മിസ്ഡ് കോൾ ആണെന്ന്. ഒന്ന് പിടിച്ചടാ. ഇവന്റെ പോക്കറ്റിൽ ഇതെന്താ? ഇതെന്താ വല്ല ലവ് ലെറ്റർ ആണോ? അതിവിടെ തന്നടാ PK. നോക്കണ്ട. നിക്കടാ PK.
ഇത് ഇവന്റെ കൈഷ്ടമല്ലല്ലോ. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, മറ്റാരും അറിയരുത്. അറിഞ്ഞാൽ ഇത് അവസാനിക്കും. എന്ന് പി കെ, ഒരു മറ്റേ കുത്ത്, പരിപാടി കാണിക്കരുത് കുത്ത്, കേട്ടോ. കുത്ത്. എടുത്ത് ആടാ ഇങ്ങോട്ട്. എന്താടാ കുത്ത് കുത്ത് കുത്ത്? ഇങ്ങനെയാണോ ലവ് ലെറ്റർ എഴുതുന്നത്? ദാ കീറല്ലടാ. അപ്പൊ ഇത് നിനക്ക് മറുപടിയായി കിട്ടിയതാ? ഇപ്പൊ കാര്യം പിടികിട്ടി. ആരാ കക്ഷി? ഞാൻ പറയില്ല, അത് നിന്നോട്. അതും PK-യോട്. അപ്പൊ ചെലവിട്. ക്യാനിൽ പറ്റ തീർക്കണ്ട് ഒരു 500. 500? ഒന്ന് പോടാ. എങ്കിൽ അരമന രഹസ്യം, ക്യാമ്പസ് മുഴുവൻ അങ്ങാടിപ്പാട്ട്. 500 500 എവിടുന്ന് ഒപ്പിച്ച? നിനക്ക് അത്ര ഇഷ്ടാ അവളെ? എങ്കിൽ ഒരു 1000 എടുക്ക്. ഓർമ്മ. എടാ നിർത്തടാ, എടാ നിർത്തടാ, എടാ മാറ. ഡാ നിർത്ത്. ജോബി നിർത്തടാ, നിർത്ത്, നിർത്തടാ, നിർത്ത്, നിർത്താൻ. ഒന്ന് മാറാം. എന്ത് കാണിക്കടാ? രാവിലത്തെ കലിപ്പ് തീർത്താണോ അവന്മാര്? നീ അതിൽ എക്സാം ഫീസ് എടുക്കാൻ പോയ സമയം കൊള്ളാം. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറയാം, വാ. PK വണ്ടി. ആ എടാ എന്നാ ഉണ്ട് വച്ചാന്? ഡാ നിക്കടാ. പൈസ തന്നിട്ട് പോടാ. നിക്കടാ PK, എനിക്കൊരു പണിയൊന്നുമില്ല. എന്റെ കാശാടാ പിള്ളേരടാ, പിള്ളേരടാ. ഇതേതാ ഒരു കാർഡ്? ഇത് പിടിച്ചേ. ഇതാ കാർഡല്ലേ? ഏത് കാർഡ്? അതൊക്കെ ഉണ്ട്. നീ എവിടെ നിൽക്കി? നിനക്കിത് എവിടെ നിന്ന് കിട്ടി? അതെന്തിനാ നീ അറിയണ? കാര്യമുണ്ട്. ഇതെന്റെ കാർഡാ. നിന്റെ കാർഡോ? എന്റെ പോക്കറ്റിൽ നിന്ന കാർഡെങ്ങനെ നിന്റെയോ? ഓ, ഇപ്പൊ നിങ്ങൾ തമ്മിലായോ വഴക്ക്? അത് നിസാര കാർഡിനായി. അയ്യയ്യേ, നാണക്കേട്. ഇത് നിസാര കാർഡല്ല. ഇത് ഞാൻ നീയല്ല ഇവൻ. നീ പറ. ഇത് ഞാൻ അവൾക്ക് വേണ്ടി സെലക്ട് ചെയ്ത ചെറിയ കാർഡാ. അത് പോട്ടെ, നോക്കി എന്റെ കൈയക്ഷരം. അത് ശരിയാണല്ലോ. ഇത് നിനക്ക് എവിടെ നീട്ടി? ഇതെനിക്ക് അവിടെ നിന്ന് കാർഡാ. ഓ, ആകെ കൺഫ്യൂഷൻ ആയല്ലോ. നീ ആ കാർഡ് അവൾക്ക് കൊടുത്തു, അവള് നിനക്ക് തന്നു. ആരാ അവള്? മഞ്ജു. മഞ്ജുവോ? അവളെ എനിക്ക് +2 തൊട്ട് അറിയാം. കാണാൻ കൊള്ളാവുന്ന എല്ലാ ആണുങ്ങളോടും അവൾ ഇഷ്ടമാണെന്ന് പറയും. കാലത്ത് പെണ്ണിന്റെ വെളുപ്പ് കണ്ട ലെസൺ ഇരിക്കേണ്ടത് പെണ്ണിന്റെ മനസ്സറിഞ്ഞാണ്. ശരിയല്ലേ? അവൾ ഇത്ര നമ്മൾ ചതിക്കായിരുന്നല്ലേ അവളെ ഞാൻ. പിന്നെ എന്നെയാ? നിങ്ങൾ ചോദിക്കാൻ പോയാണോ? അവളെ എനിക്കറിയാം. അവൾ നിങ്ങളെ നാറ്റിക്കും. ഹായ് ഹായ് ബഡി, നിന്നെ ശ്യാമ ഇറക്കുന്നുണ്ട്. ആ ഓക്കെടാ. നീ സിനിമയ്ക്ക് പോയായിരുന്നോ? ശ്യാമേ. എന്താടാ? എന്തായി? എന്താടാ പൈസയൊക്കെ? നീ ഇത് PK കൊടുത്തേക്ക്. PK? PK, ഓക്കെ ഓക്കെ ഓക്കെ. നീ ഇത് എങ്ങോട്ടാ? എടാ അവളിപ്പോ ക്ലാസ്സിൽ കാണും, ഞാൻ അങ്ങോട്ടാ. എന്നാ ഓക്കെ.
കാണാൻ കൊള്ളാവുന്ന എല്ലാം ആശിച്ചവൻ ആകാശത്തുനിന്നൊരാനെ കിട്ടി. ആ, പി.കെ. ആകാശോ ഡാ ഇങ്ങോട്ട് വാ. എന്താടാ? ഡാ ഒരു സെക്കൻഡ്. ആ ശരത്തേ എവിടെയുണ്ടാ? ആ എടാ അത് എടാ PK മഞ്ജുവിനെ പറ്റി പറഞ്ഞ ശരിയാടാ. എന്താടാ? എടാ സത്യമാടാ, ഞാൻ കണ്ടതാടാ. ഞാൻ കണ്ടതാടാ, വേറൊരാളായിട്ടുള്ള ഓഫീസ് റൂമിനോട് കൊഞ്ചിക്കൊഴഞ്ഞ് നിൽക്കുന്നത്. എടാ PK പറഞ്ഞ ശരിയാടാ, നമുക്ക് ഒത്തിരി പേരുടെ അടുപ്പമുണ്ടാ. എടാ 500 രൂപ കൊടുക്കരുത്. ആ ഇല്ലടാ. നീ ഞാൻ വന്നതുവരെ അവനെ വിടുകയും ചെയ്യരുത്. ആ നീ എപ്പോ വരും? ഞാൻ ഇപ്പൊ വരും. എടാ ഞാൻ വന്നതുവരെ അവനെ വിടരുത്. ആ ശരി 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 ശരി. ആളെ പൊട്ടനാക്കുന്നു. താടെ 500. എടാ ശ്യാമേ വിടരുത് അവനെ. കയ്യിൽ കിട്ടിയ 500 പോകുന്ന ഓടുന്നതാ ബുദ്ധി. എന്തിനാടാ ഈ ഓട്ടം? ഇപ്പോഴും തീർന്നില്ല നിന്റെ വഴക്ക്? എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട. ചിലവരാ ഞാൻ ആരെയും വിടില്ല. നിന്റെയൊക്കെ ഒരു പ്രേമവും മഞ്ജു. ശരിക്കും എന്താ കാര്യം എന്താ? എടാ മഹേഷേ, നീ എന്നോട് ക്ഷമിക്കടാ. എടാ ഞാൻ നിന്നെ ചതിക്കായിരുന്നടാ. എല്ലാത്തിനും കൂട്ടു നിൽക്കാൻ PKയും പിന്നെ ശ്യാമും. ഇവിടുന്ന് സ്കൂട്ടാകുന്നതാ ബുദ്ധി. കുറച്ച് നാളായി ഈ കോളേജിലെ പെൺകുട്ടിയോട് എനിക്ക് താല്പര്യം തോന്നിയിട്ട്. പക്ഷെ വൈകിയായി മനസ്സിലാക്കിയത് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ് നീ സ്നേഹിക്കുന്ന മഞ്ജുവാണെന്ന്. അത് ഞാൻ തുറന്നു പറഞ്ഞത് ശ്യാമിനോടായിരുന്നു. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറയാം, വാ. എടാ ശരത്തേ, എടാ. ആ എടാ എനിക്ക് ഈ കോളേജിലെ മഞ്ജുവിനെ ഇഷ്ടമാടാ. ആര്? മഞ്ജു? നീ എന്ത് നേരത്തെ പറഞ്ഞത്? ഞാൻ നിന്നോട് മാത്രമല്ല അവളോടും എൻ്റെ മനസ്സിലുള്ള പ്രണയം തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് രാവിലെ എനിക്ക് ഉറപ്പാച്ചാണ് മഞ്ജുവും മഹേഷും തമ്മിൽ അഫെയർ ഉണ്ട്. പക്ഷെ അവളെ ഞാൻ ആഗ്രഹിച്ചു. എനിക്ക് അവളെ വേണോടാ. ഞാനതിന് എന്തും ചെയ്യും. നീ കാണില്ല എൻ്റെ കൂടെ? ഞാനുണ്ടാ നിന്റെ കൂടെ. ആ പേടി വെള്ളി കാലേ ചുറ്റുമോനെ. കാലയല്ല, കഴുത്തിലാണ്. ജോബിയുടെ ദശമെടുത്തവന് എത്ര മേടിക്കുന്ന അറിയാമല്ല. പോക്കറ്റ് കാര്യമാവും മോനെ. എന്റെ മനസ്സിൽ കുറച്ച് പ്ലാൻ ഉണ്ട്. നീ വെയിറ്റ് ചെയ്യും. ആ ഓക്കെ. നിങ്ങളെന്തിനാ ജോബിങ് അങ്ങ് തല്ല്? എനിക്ക് നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട്. നീ വാ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. മഹേഷിനെ മഞ്ജുവിൽ നിന്നും അകറ്റണം. അതിന് എന്റെ സഹായം വേണം. രാവിലെ എന്തായിരുന്നു? ഒന്ന് വിട്ട് കളാളിയാ. നീയും മഞ്ജുവിനും തമ്മിൽ നല്ല കമ്പനിയല്ലേ? അതെ. മഹേഷ് മഞ്ജുവിന് കൊടുത്ത റെഡ് കളർ കാർഡ് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കയ്യിലെത്തിക്കണം. എന്നിട്ട് പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ ഡ്രാമ. ഓക്കെ, ഈ ഗെയിമിന് എനിക്കെന്താ ലാഭം? നീ എന്താ പ്രതീക്ഷിക്കുന്നത്? ഇവരുടെ കൂടെ നിന്നാ മഹേഷിന് കിട്ടാനുള്ള 500 കിട്ടുമോ? ഒരു വഴിയുണ്ട്. നീ എന്താ ആലോചിക്കുന്നത്? കൂടുതലൊന്നും വേണ്ട, ഒരു 1000 രൂപ. ഓക്കെ എങ്കിൽ ഇക്കാര്യം ഞാനേറ്റു. ഓക്കെ ഡീൽ.
അങ്ങനെ PK വഴി മഞ്ജുവിൻ്റെ ഡയറിയിൽ നിന്ന് നീ മഞ്ജുവിന് കൊടുത്ത റെഡ് കളർ കാർഡ് ഞങ്ങളുടെ കയ്യിലെത്തി. കാർഡിൽ നിന്റെയും മഞ്ജുവിൻ്റെയും പേരില്ലാത്തത് എനിക്ക് ഗുണകരമായി മാറി. നീ മഞ്ജുവിന് കൊടുത്ത കാർഡ് മഞ്ജു എനിക്ക് തന്നു എന്ന് നിന്നെ വിശ്വസിപ്പിക്കുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാ ഇന്ന് ഉച്ചയ്ക്ക് കാറ്റടിൽ വെച്ച് ഞങ്ങളൊരു ഡ്രാമ നടത്തിയത്. ആ കാർഡ് നിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ PKക്ക് ഓഫർ ചെയ്ത 1000 രൂപയിൽ 500 രൂപ കൊടുത്തു. പിന്നെ PK കൊണ്ട് മഞ്ജുവിനെ കുറിച്ച് പല നുണക്കഥകളും പറയിപ്പിച്ചു. സാഹചര്യവശാൽ നീ അത് വിശ്വസിക്കുകയും ചെയ്തു. താമസിയാതെ നീയും മഞ്ജുവും അകലുകയാണെന്ന് മനസ്സിലാക്കിയ ഞാൻ PKക്ക് കൊടുക്കാനുള്ള ബാലൻസ് 500 രൂപ ശ്യാമിനെ ഏൽപ്പിച്ച ശേഷം എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം മഞ്ജുവിനോട് തുറന്നു പറയാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. മഞ്ജുവിനെക്കുറിച്ച് PKയെ കൊണ്ട് പറയിപ്പിച്ച നുണകളെല്ലാം നിർഭാഗ്യവശാൽ സത്യമാണെന്ന്. മഞ്ജുവിന് അവൻ കത്തുകൂടി കൊടുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ആകെ തളർന്നുപോയി. അതുകൊണ്ട് തന്നെ PKക്ക് ബാലൻസ് 500 രൂപ കൊടുക്കരുതെന്ന് പറയാൻ ഞാൻ ശ്യാമിനെ വിളിച്ചു. പക്ഷേ PK ശ്യാമിൽ നിന്നും 500 രൂപ തട്ടിക്കൊണ്ടോടി. ആ ഓട്ടമാ ഇവിടെ വന്ന് അവസാനിച്ചത്. എന്നോട് ക്ഷമിക്കടാ മഹേഷ്, ക്ഷമിക്കടാ. എടതേടാ അവൻ ഇവനാണ് മഞ്ജുവായിട്ട് കൊഞ്ചിക്കൊഴിഞ്ഞു നിന്നത്. ഇവനെ ഈ കോളേജിൽ ഇരുന്ന് കണ്ടിട്ടില്ല. പുറത്തു വന്ന് അങ്ങനെ ഒരുത്തിനോട് കളിക്കണ അടിടാ. നീ ഒന്നും പറഞ്ഞ കാര്യമില്ല. എനിക്കറിയാം എന്ത് ചെയ്യണം. മാറിക്കവിടുന്ന്. ഇവനെ എന്റെ പെട്ടി പറയണത്. മഞ്ജുവിന്റെ കസിനാണ് ഇവൻ. മഞ്ജുവിന് കത്ത് കൊടുക്കുന്ന ഞാൻ കണ്ടതാ. കത്തല്ല, കുന്തം. അവൻ എക്സാം ഫീസ് കൊടുക്കാൻ വന്നത് ഞാൻ കണ്ട. ഇവൻ കൊട്ടേഷൻ ടീമിൽ അംഗമാണ്. നിങ്ങളെയൊക്കെ ഫേസ്ബുക്ക് സ്കെച്ച് ചെയ്താണ്. സ്കൂട്ടാന്ന ബുദ്ധി.
നീയൊക്കെ എന്ത് ചെയ്തിടാ? 2 കിട്ടിയപ്പോ ഞാൻ പേടിച്ചോടുന്ന. ഞാൻ കഴിഞ്ഞിടക്ക് കോളേജ് കിടന്ന് മേഞ്ഞിട്ട് പോയതാ. അതിന് ചൊരുക്കി എടുത്താന്നല്ലേ ഞാൻ കരുതിയത്. പക്ഷെ കാര്യം എനിക്ക് പിന്നില്ലേ മനസ്സിലായത്. എടാ അത് ആളറിയാതെ പറ്റിപ്പോയതാ. ഒറ്റ ലക്ഷം വേണ്ടി പോരുത്. നീയാണോ മഹേഷ്? ആണെങ്കി ഈ കോളേജിൽ പഠിക്കുന്നതിന്റെ പെങ്ങളെ തന്നെ വേണടാ മഹേഷ് നിനക്ക് നിന്റെ നേരം പോക്കിന്. വെറും നേരം പോക്കിന് വേണ്ടിയല്ല ഞാൻ അവളെ സ്നേഹിച്ചത്. അവൾ എന്റെയാ, എന്റേത് മാത്ര. അതിന് നീ ഉണ്ടായിട്ട് വേണ്ടേ? സീൻ ഉണ്ടാക്കണം. നീ ചുമ്മാ നിക്കി. എന്നെ കർച്ചിപ്പിടല്ലോ എടുത്തിട്ടില്ലേ? അവനെന്താ വിളിക്കാൻ വന്നിങ്ങോട്ട്? എന്റെ ഒരു കൈക്കിലല്ലടാ നീ. എന്നാ പിന്നെ ഒന്ന് കാണുമല്ല. അത്രയ്ക്ക് ആവേശം കാണിക്കാൻ വരട്ടെ. നീ പുറയിലേക്ക് നോക്ക്. ഞാനല്ലേ നിന്നോടൊക്കെ താങ്ക്സ് പറയണ്ടോ? വലിയതായി ഞാനൊന്ന് ഓർത്തതാ. 2 എനിക്കിട്ടും കിട്ടി. അതിന് തിരിച്ചൊരു പണി കൊടുക്കാൻ കാത്തിരിക്കുമ്പോഴാ അന്ന് നീയൊക്കെ കൂടി ഹെല്ലിക്കിട്ട് താങ്ങുന്ന ഞാൻ കണ്ടത്. ആ അവസരം ഞാൻ നല്ലതുപോലെ ഉപയോഗിച്ചു. അന്ന് ഹെല്ലിക്കെട്ട് കർച്ചിവിട്ട് കെട്ടിയടിച്ചത് ഞാനാടാ. അതിന് ഞാനല്ലേ നിന്നോടൊക്കെ താങ്ക്സ് പറയേണ്ടത്. അല്ല നിങ്ങളെങ്ങനെ കറക്റ്റ് സമയത്ത് കിട്ടി? എനിക്ക് കാരണം PK ആടാ. കോളേജിലെ ഫ്രണ്ടി കോളേജിലൊരു പ്രശ്നം വന്നാ നമ്മൾ ഒറ്റക്കെട്ടാ മച്ചാനെ. കൊടടിയാക്ക. തെറ്റിദ്ധാരണകൾ തിരിച്ചറിഞ്ഞ് മഹേഷും മഞ്ജുവും പ്രണയത്തിന്റെ പാതയിലേക്ക്. ഒരിക്കലും ആർക്കും മറ്റൊരാളെ ചതിച്ചുകൊണ്ട് ഒന്നും നേടുവാൻ സാധിക്കില്ല. അങ്ങനെ ശ്രമിച്ചാൽ ശരത്തിന് കിട്ടിയ തിരിച്ചടി നിങ്ങൾക്കും ഉണ്ടായേക്കാം. തനിക്ക് പറ്റിയ അമളി മനസ്സിലാക്കിയ ശരത്ത് ഇപ്പോൾ തിരിച്ചറിവിന്റെ പാതയിലാണ്. വണ്ടി മധുപകരു മലച്ചൊരിയു അനുരാഗ പൗർണമിയേ
ഇന്നല്ല ഇങ്ങനെ കാണിച്ചോളൂ, എന്നെ കാണാം.